പത്തിരിപ്പാല പേരൂർ കൈപ്പയിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവപുരാണ ജ്ഞാനയജ്ഞം ഡിസംബർ 4 മുതൽ 15 വരെ ക്ഷേത്ര സന്നിധിയിൽ നടക്കും. ബ്രഹ്മശ്രീ മുണ്ടാരപ്പള്ളി മഹേശ്വരൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ക്ഷേത്രം തന്ത്രി പാനാവൂർ ഉണ്ണി നമ്പൂതിരി ഭദ്രദീപം തെളിയിക്കുന്നതോടെ യജ്ഞത്തിന് ആരംഭമാവും. പാലക്കാട് ശിവാനന്ദാശ്രമം മഠാധിപതി സ്വരൂപാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തും. ഡിസംബർ 4-ന് യജ്ഞാചാര്യനെയും സ്വരൂപാനന്ദ സരസ്വതിയെയും പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും. വിവിധ നാരായണീയ സമിതികളുടെ സമ്പൂർണ്ണ നാരായണീയ പാരായണവും വിവിധ പ്രത്യേക പൂജകളും പ്രസാദകൂട്ട് നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യജ്ഞാചാര്യനായിട്ട് വരുന്നത് തൃശ്ശൂർ മുണ്ടാരപ്പള്ളി ബ്രഹ്മശ്രീ മഹേശ്വരൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിലൂടെ സഹാചാര്യന്മാരുണ്ട്. അപ്പോൾ ഡിസംബർ 4-ാം തീയതിയാണ് തുടങ്ങുന്നത്. ഡിസംബർ 4-ാം തീയതി രാവിലെ 7 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ ഉണ്ണി നമ്പൂതിരിയാണ് ഇതിന്റെ ഭദ്രദീപ പ്രതിഷ്ഠ നടത്തുന്നത്. അതിനുശേഷം രാവിലെ വിവിധ സ്ഥലങ്ങളിലുള്ള നാരായണീയ സമിതികളുടെ നാരായണീയ പാരായണം ഉണ്ടാവും. അത് വൈകുന്നേരം വരെ ഉണ്ടാവും. പിന്നെ വൈകുന്നേരത്തെ 4 മണിക്കാണ് സ്വീകരണ ഘോഷയാത്ര. സ്വാമിജി വരുന്നത്. സ്വാമി ഉദ്ഘാടനം നടത്തുന്നത് സദനം ഹരികുമാറാണ്. പിന്നെ അതിന്റെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് പാലക്കാട് ശിവാനന്ദാശ്രമത്തിലെ മഠാധിപതിയായിരിക്കുന്ന സ്വാമി സ്വരൂപാനന്ദ സരസ്വതി. അദ്ദേഹമാണ് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത്. അപ്പോൾ ഇവരെ വൈകിട്ട് 4 മണിക്കാണ് പൂർണ്ണകുംഭത്തോടു കൂടി സ്വീകരിക്കും. പിന്നെ അതിനുശേഷം ഉദ്ഘാടന ചടങ്ങ്, അനുഗ്രഹ പ്രഭാഷണം, അതിനുശേഷം ദീപാരാധനയ്ക്ക് ശേഷം ശിവപുരാണ മഹാത്മ്യ പാരായണം എന്നാണ്. പിന്നെ പിറ്റേ ദിവസം 5-ാം തീയതി മുതൽ ഇതിന്റെ ജ്ഞാനയജ്ഞം തുടങ്ങി. പിന്നെ ഓരോ ദിവസങ്ങളിൽ പൂജകളൊക്കെ ഉണ്ട്, പലതരത്തിലുള്ള പൂജകൾ. എല്ലാ ദിവസവും രാവിലെ ശിവസഹസ്രനാമ ജപമുണ്ട്. പിന്നെ രുദ്രാഭിഷേകം എല്ലാ ദിവസങ്ങളിലുണ്ട്. പിന്നെ പ്രസാദകൂട്ട് അതും എല്ലാ ദിവസം. പിന്നെ നാമദേവ പ്രശ്നം, മംഗളാരതി, ഇതെല്ലാം എല്ലാ ദിവസവും നടക്കുന്നതാണ്. പ്രസിഡന്റ് ശശികുമാർ, സെക്രട്ടറി രാമചന്ദ്രൻ, ബാബു ഇ, അനൂപ് കുമാർ, ശിവകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.